Hello everyone, welcome to VHDL tutorial. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിഹേവിയറൽ മോഡലിംഗ് ആണ്. ബിഹേവിയറൽ മോഡലിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സിൻടാക്സസ്. പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് നമ്മൾ ബിഹേവിയറൽ മോഡലിങ്ങിനുള്ള പ്രോഗ്രാംസ് എഴുതുക. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നതെല്ലാം സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും. പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഫസ്റ്റ് വൺ വേരിയബിൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സിഗ്നൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വെയിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, കേസ് സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്, നൾ സ്റ്റേറ്റ്മെൻറ്റ്, എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ്, പ്രൊസീജിയർ കോൾ സ്റ്റേറ്റ്മെൻറ്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ പ്രൊസീജിയർ കോൾ സ്റ്റേറ്റ്മെൻറ്റും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ സബ് പ്രോഗ്രാം എന്ന് പറയുന്ന സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സീക്വൻഷ്യൽ നേച്ചറിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നതാണ് വേരിയബിൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വേരിയബിൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ഇതാണ്. വേരിയബിൾ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ. ഇവിടെ സിമ്പിൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഫുൾ കോളിന് ഈക്വൽ ടു എന്നുള്ളതാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ്റെ കേസിലും വേരിയബിൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളിലും യൂസ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിളായിരിക്കും. വേരിയബിൾ ഒബ്ജക്റ്റുകളിലേക്കുള്ള വാല്യൂസ് അസൈൻ ചെയ്യുന്നത് വളരെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിരിക്കും. അവിടെ ഒരു ഡിലേ പോലും ഇല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കും വാല്യൂ അസൈൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സിഗ്നൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സിഗ്നൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ സിൻടാക്സ് ഇതാണ്. സിഗ്നൽ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ. ഓപ്ഷണലായിട്ടൊരു ഡിലേ വാല്യൂ ഉണ്ടായിരിക്കും. സാധാരണ സിഗ്നൽ ഒബ്ജക്റ്റിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നത് ഒരു മിനിമം ഡിലേക്ക് ശേഷമായിരിക്കും. അതായത് ഒരു ഡെൽറ്റ ഡിലേ അല്ലെങ്കിൽ ഒരു യൂസർ സ്പെസിഫൈഡ് ഡിലേക്ക് ശേഷമായിരിക്കും സിഗ്നൽ ഒബ്ജക്റ്റിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുക. അതേസമയം വേരിയബിൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഡിലേ ഇല്ലാതെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിരിക്കും വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുക. ദെൻ നെക്സ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് വെയിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വെയിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെയിനായിട്ട് വരുന്നത് ഈ കാണുന്ന ടൈപ്പാണ് വരിക. വെയിറ്റ് ഓൺ, വെയിറ്റ് അൺടിൽ, വെയിറ്റ് ഫോർ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന സിൻടാക്സസ്. വെയിറ്റ് ഓൺ സെൻസിറ്റിവിറ്റി ലിസ്റ്റ്, വെയിറ്റ് അൺടിൽ ബൂളിയൻ എക്സ്പ്രഷൻ, വെയിറ്റ് ഫോർ ടൈം എക്സ്പ്രഷൻ. ദെൻ മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതുകൊണ്ട് വെയിറ്റ് ഓൺ സെൻസിറ്റിവിറ്റി ലിസ്റ്റ് അണ്ടിൽ ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ടൈം എക്സ്പ്രഷൻ. നമുക്ക് സിൻടാക്സിൽ നിന്ന് എക്സാമ്പിളിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. സ്റ്റേറ്റ്മെൻറ്റ് 1 വെയിറ്റ് ഓൺ എ ബി സി, അതായത് എ ബി സി ഈ 3 സിഗ്നൽസിലും എന്തെങ്കിലും ഈവൻ്റ് ഒക്വയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. അതായത് എ ബി സി എന്ന് പറയുന്ന സിഗ്നൽസിൽ ഏതിലെങ്കിലും ഒരു ഈവൻ്റ് ഒക്വയർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആ ഈവൻ്റ് ഒക്വയർ ചെയ്യുന്നവരെ പ്രോഗ്രാം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നുകൊണ്ട് മീൻ ചെയ്യുക. ഈവൻ്റ് ഒക്വയർ ചെയ്യുന്നവരെ, എ ബി സിയിൽ എന്തെങ്കിലും ഈവൻ്റ് ഒക്വയർ ചെയ്യുന്നവരെ പ്രോഗ്രാം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് വെയിറ്റ് അണ്ടിൽ എ ഈസ് ഈക്വൽ ടു ബി. എ ഈസ് ഈക്വൽ ടു ബി ആകുന്നത് വരെ പ്രോഗ്രാം വെയിറ്റ് ചെയ്ത് നിൽക്കും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 സിൻടാക്സ് എന്ന് പറയുക. സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ 10 നാനോ സെക്കൻഡ്. പ്രോഗ്രാം ഒരു 10 നാനോ സെക്കൻഡ് നേരത്തേക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ചെറിയ ഡിലേ പോലെയാണത് ആക്ട് ചെയ്യുക. വെയിറ്റ് ഫോർ 10 നാനോ സെക്കൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 4 എന്ന് പറയുന്നത് വെയിറ്റ് ഓൺ ക്ലോക്ക് ഫോർ 20 നാനോ സെക്കൻഡ്. അതായത് ക്ലോക്ക് സിഗ്നലിൽ ഒരു 20 നാനോ സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നിൽക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വെയിറ്റ് അണ്ടിൽ സം ഗ്രേറ്റർ ദാൻ 100 ഫോർ 50 ms. വെയിറ്റ് അണ്ടിൽ സം ഗ്രേറ്റർ ദാൻ 100 ഫോർ 50 മില്ലി സെക്കൻഡ്. അതായത് ഒരു 50 മില്ലി സെക്കൻഡ് നേരത്തേക്ക് പ്രോഗ്രാം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അവിടെ ചെക്ക് ചെയ്യും. സം ഗ്രേറ്റർ ദാൻ 100 ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സം ഗ്രേറ്റർ ദാൻ 100 ആകുന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ഫോർവേഡ് ചെയ്യും, മുമ്പോട്ടുള്ള എക്സിക്യൂഷൻ നടക്കും. ഇനി 50 മില്ലി സെക്കൻഡിന് ശേഷവും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോവുക. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലനേഷൻസ് ഇവിടെ ഉണ്ട്. ഇൻ സ്റ്റേറ്റ്മെൻറ്റ് 1
The execution of the wait statement causes the process to suspend and then it waits for an event to occur on signals A, B or C. Once that happens, the process resumes execution from the next statement onwards. അതായത് എ ബി സി എന്ന് പറയുന്ന 3 സിഗ്നൽസിൽ ഏതിലെങ്കിലും ഇവൻറ്റ് ഒക്കേർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ദെൻ ഇവൻറ്റ് ഒക്കേർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം റെസ്യൂം ചെയ്യും, അതിൻ്റെ കണ്ടിന്യൂ ചെയ്യും. Okay, in statement 2, the process is suspended until this specified condition becomes true. A equal to B true ആകുന്നെങ്കിൽ വരെ എന്ത് ചെയ്യും, പ്രോഗ്രാം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. A equal to B ആയി കഴിഞ്ഞാൽ പ്രോഗ്രാം റെസ്യൂം ചെയ്യുകയാണ് ചെയ്യുക. When an event occurs on signal A or B, the condition is evaluated and if it is true, the process resumes execution from the next statement onwards. Otherwise, it suspends again. When the wait statement in statement 3 is executed, say at time t, the process suspends for 10 nanosecond, and when simulation time advances to t plus 10 nanosecond, the process resumes execution from the statement following the wait statement. 10 നാനോസെക്കൻഡ് നേരത്തേക്ക് പ്രോഗ്രാം വെയിറ്റ് ചെയ്യും, 10 നാനോസെക്കൻഡിന് ശേഷം പ്രോഗ്രാം വീണ്ടും റെസ്യൂം ചെയ്യുകയാണ് ചെയ്യുക. The execution of statement 4 causes the process to suspend and then it waits for an event to occur on the signal clock for 20 nanosecond. ഈ 20 നാനോസെക്കൻഡ് നേരത്തേക്ക് ക്ലോക്ക് സിഗ്നലിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. If no event occurs within 20 nanosecond, the process resumes execution with the statement following the wait. In the last statement, the process suspends for a maximum of 50 milliseconds until the value of signal sum is greater than 100 millisecond നേരത്തേക്ക് പ്രോഗ്രാം ചെക്ക് ചെയ്ത് നിൽക്കും, പ്രോഗ്രാം വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സം ഗ്രേറ്റർ ദാൻ 100 ആകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. The process resumes from the statement following the wait statement. That means if the Boolean condition is not satisfied for 50 milliseconds, the process resumes from the statement following the wait statement. സോ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഏതിൽ വെയിറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരിക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ 3 ടൈപ്പാണ് വരിക. സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈഫ് എൽസ് ഈഫ് ലാഡർ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം സിൻടാക്സുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒന്നാമത്തേത് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സിൻടാക്സ് ഇങ്ങനെയാണ്: ഈഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എൻഡ് ഈഫ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലെല്ലാം കാണുന്നത് ഡീഫോൾട്ടായിട്ടുള്ള കീവേഡ്സ് ആണ്. ഈഫിന് ശേഷം ടെസ്റ്റ് കണ്ടീഷൻ വരും, ദെൻ എന്നുള്ളത് കീവേഡാണ്. അപ്പോൾ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. നോർമൽ സിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് വരിക. ദെൻ ഈഫ് എൽസ് വരുന്നുണ്ട്. ഈഫ് എൽസിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഈഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എൻഡ് ഈഫ്. ഓരോ ഈഫും എൻഡ് ചെയ്യുന്നത് എൻഡ് ഈഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻസാണ്. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റും കാണും, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുമാണ് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് എൽസ് ഈഫ് ലാഡർ ആണ്. എൽസ് ഈഫ് ലാഡർ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചുള്ള സിൻടാക്സ് ഇതാണ് വരിക: ഈഫ് ടെസ്റ്റ് കണ്ടീഷൻ ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ദെൻ നെക്സ്റ്റ് വരുന്നത് എൽസ് ഈഫ് കണ്ടീഷൻ, അതായത് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷനാണ് എൽസ് ഈഫ് വരിക. അത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് വരും. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എൽസിനകത്താണ് സ്റ്റേറ്റ്മെൻറ്റ് വരിക, അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം അങ്ങനെ 3 ടൈപ്പാണ് നമ്മുടെ നമ്മുടെ ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. നമുക്കിതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഡിസൈൻ ഓഫ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വിത്ത് അസിങ്ക്രോണസ് റീസെറ്റ് ആണ് ഇവിടെ ഒരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. എൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട് DFF, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള മീനിങ്ങിലാണ് ഒരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുക. പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് ഡി എന്ന് പറയുന്നൊരു ഇൻപുട്ടുണ്ട്,
ക്ലോക്ക് പിന്നുണ്ട്, RST റീസെറ്റ് പിന്നുണ്ട്. ഇവിടെ അസിങ്ക്രോണസ് റീസെറ്റാണ്, അതായത് ക്ലോക്കിന് ഡിപ്പെൻഡ് ചെയ്യാത്തൊരു റീസെറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുക. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് Q ആണ്. Q എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും ഉണ്ട്. HDD ലോജിക് ഡാറ്റ ടൈപ്പാണ്. ദെൻ ആർക്കിടെക്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബിഹേവ് എന്നാണ് ആർക്കിടെക്ചറിൻ്റെ നെയിം കൊടുത്തിരിക്കുക. DFF എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ആർക്കിടെക്ചറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ആർക്കിടെക്ചർ ബിഗിൻ ചെയ്തു. ആർക്കിടെക്ചറിൻ്റെ അകത്ത് പ്രോസസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സാധാരണ ബിഹേവിയറൽ മോഡലിംഗിലെല്ലാം വരുന്നത് പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ലേബൽ P1 എന്ന് പറയുന്ന ഒരു ലേബലുണ്ട്. നമുക്ക് പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് വേണമെങ്കിൽ ലേബൽ ചെയ്യാം. മോർ ദാൻ വൺ പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോസസ്സിന് മുമ്പുള്ള ലേബൽസ് നമ്മൾ യൂസ് ചെയ്യുക. അത് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെൻസിറ്റിവിറ്റി ലിസ്റ്റ്. 2 സെൻസിറ്റിവിറ്റി ലിസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. RSTയും ക്ലോക്കും, അതായത് റീസെറ്റ് പിന്നും ക്ലോക്കും ആണ് സെൻസിറ്റിവിറ്റി ലിസ്റ്റ് വരിക. സോ RST, ക്ലോക്ക് എന്നീ സിഗ്നൽസിന് എന്തെങ്കിലും ഒരു ഈവൻറ്റ് ഒക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ദെൻ പ്രോസസ്സിൻ്റെ ബിഗിനിങ് നമ്മൾ തുടങ്ങി. പ്രോസസ്സിൻ്റെ ബിഗിനിങ്ങിൽ ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇഫ് RST ഈസ് ഈക്വൽ ടു 0 ദെൻ Q ഈസ് ഈക്വൽ ടു 0. RST എന്ന് പറയുന്ന പിന്ന് റീസെറ്റ് പിന്നാണ്. അപ്പോൾ റീസെറ്റ് പിന്നിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. Q ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്കറിയാലോ, ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ക്ലോക്ക് സിഗ്നലിന് മുമ്പ് തന്നെയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അസിങ്ക്രോണസ് റീസെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്ലോക്കിന് ചെക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലാണ് ക്ലോക്ക് ചെക്ക് ചെയ്യുക. ഇനി എൽസ് ഇഫ് ക്ലോക്ക് ഈവൻറ്റ് ആൻഡ് ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൽസ് ഇഫ് ക്ലോക്ക് ഈവൻറ്റ് ആൻഡ് ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1 ദെൻ Q ഇസ് ഈക്വൽ ടു D. ഇവിടെ എൽസ് ഇഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് കണ്ടീഷൻ ലെങ്തി ആയിട്ടുള്ളൊരു ടെസ്റ്റ് കണ്ടീഷനാണ്. അവിടെ സംഭവിക്കുന്നത് 2 കണ്ടീഷൻ അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലോക്ക് ഈവൻറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ 2 കണ്ടീഷൻസാണ് അവിടെ വരുന്നത്. ഈ ക്ലോക്ക് ഈവൻറ്റ് CLK അപ്പോസ്ട്രോഫി ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് VHDLലെ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയും. VHDL ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസാണ്. അപ്പോൾ ഇതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുക. അപ്പോൾ ഈ ക്ലോക്ക് ഈവൻ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ യെസ് ഈവൻ്റ് ആണ്. ക്ലോക്ക് ഈവൻ്റ് എന്ന് പറയുന്ന ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ടിൻ്റെ ബേസിക് സിൻറ്റാക്സ് എന്ന് പറയുന്നത് യെസ് ഈവൻ്റ് എന്ന് പറയും. അതായത് സിഗ്നൽ ഈവൻ്റ് എന്നാണ്, സിഗ്നൽ ഈവൻ്റ്. അപ്പോൾ ഇവിടെ സിഗ്നലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോക്ക് സിഗ്നലാണ്. അതുകൊണ്ടാണ് CLK ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് ഈവൻ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ ക്ലോക്ക് എന്ന് പറയുന്ന സിഗ്നലിന് എന്തെങ്കിലും ചേഞ്ച് ഒക്കേർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ക്ലോക്ക് ഈവൻ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ CLK എന്ന് പറയുന്ന സിഗ്നലിന് എന്തെങ്കിലും ഒരു ചേഞ്ച് 1ൽ നിന്ന് 0 ആകാം, 0ൽ നിന്ന് 1 ആകാം, അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CLK ഈവൻ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് 1 എന്ന് പറയുന്ന വാല്യൂ അവിടെ റിട്ടേൺ ചെയ്യും. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ആണ്. ആൻഡ് ഓപ്പറേഷനാണ്, ലോജിക്കൽ ആൻഡ് ഓപ്പറേഷനാണ്. ദെൻ CLK ഇസ് ഈക്വൽ ടു 1, അതായത് ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1. ക്ലോക്ക് ഹൈ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. CLK ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ഹൈ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 കാര്യങ്ങളോടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലോക്ക് ഈവൻറ്റും ചെക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1 ആണോ എന്നും ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോക്ക് സിഗ്നലിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ക്ലോക്ക് ഈവൻ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് 1 റിട്ടേൺ ചെയ്യും. സോ ക്ലോക്ക് സിഗ്നലിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ആൻഡ് ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1, ക്ലോക്കിൻ്റെ വാല്യൂ ഹൈ ആയിട്ടുണ്ടെങ്കിൽ അവിടെയും 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പം നമ്മൾ ക്ലോക്ക് ഹൈ ആയെന്ന് വിചാരിക്കുക, അവിടെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടല്ലോ. എന്താണ്, ക്ലോക്ക് ഈവൻ്റ് ഒക്വയർ ചെയ്തു, അതുപോലെ തന്നെ ക്ലോക്ക് ഹൈയും ആയി. അപ്പോൾ 2 കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ 2 സ്ഥലത്തും 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. അതായത് ക്ലോക്ക് ഈവൻ്റ് എന്ന് പറയുന്ന അവിടെയും 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും, ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1ലും 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ആ 2 പ്ലേസിലും വരുന്ന 1ഉം 1 കൂടെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ക്ലോക്ക് ഈവൻറ്റിൻ്റെ അവിടെ 1 ആണ്,
ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1-ലും 1 ആണ്. അതായത് ക്ലോക്ക് ഹൈ ആണെങ്കിൽ അവിടെയും 1 വരും. ഈ 1ഉം 1ഉം കൂടെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയാണല്ലോ. അപ്പോൾ എൽസീഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആകും. എൽസീഫിൻ്റെ തൊട്ടടുത്തുള്ള ടെസ്റ്റ് കണ്ടീഷനിൽ 1 വന്നെങ്കിൽ മാത്രമാണ് അതിൻ്റെ എക്സിക്യൂഷൻ വർക്ക് ചെയ്യുക. സോ എൽസീഫിൻ്റെ അവിടെ 1 റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്ന വാല്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ക്യൂവിലേക്ക് ഡി ഇൻപുട്ട് വരുന്ന വാല്യൂ ഔട്ട്പുട്ടിലേക്ക് വരും. സോ അതാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുക. ദെൻ എൻഡ് ഈഫിനെ നമ്മൾ എൻഡ് ചെയ്തു. എൻഡ് പ്രോസസ് P1 എന്ന് പറയുന്ന പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു, എൻഡ് ചെയ്തു. എൻഡ് ബിഹേവ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എൽസീഫിൻ്റെ ഒരു സിൻടാക്സ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ മൾട്ടിപ്പിൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ക്യാൻ ബി ആൻ എഫക്റ്റീവ് റീപ്ലേസ്മെൻറ്റ് ഫോർ if else if ladder for multiple conditions to check a single parameter for against multiple values. VHDL കേസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലൻ്റ് ആണ്. അതായത് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ കുറേ കണ്ടീഷൻസുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് ആ എക്സ്പ്രഷനും കണ്ടീഷൻസും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ, തമ്മിൽ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണല്ലോ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്തൊക്കെ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെയാണ് കേസ് സ്റ്റേറ്റ്മെൻറ്റിലും വർക്ക് ചെയ്യുക. സിൻടാക്സ് ഇങ്ങനെയാണ്: കേസ് എക്സ്പ്രഷൻ ഈസ്, ദെൻ കുറച്ച് ചോയ്സസ് നമ്മുടെ കയ്യിലുണ്ട്. വെൻ ചോയ്സ് 1 ഈക്വൽ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ എക്സ്പ്രഷൻ കേസിൻ്റെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ ഈ ചോയ്സസുമായിട്ട് മാച്ച് ആകണം. എക്സ്പ്രഷൻ ഏത് ചോയ്സുമായിട്ടാണോ മാച്ച് ആകുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം നമ്മളിവിടെ ഈ സിൻടാക്സിലെ എക്സ്പ്രഷൻ വെൻ ചോയ്സ് 1 മാച്ച് ആകുന്നതെങ്കിൽ ആ ചോയ്സ് 1ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എക്സ്പ്രഷൻ മാച്ച് ചെയ്യുന്നത് ചോയ്സ് 2 ആയിട്ടാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി ഈ എക്സ്പ്രഷൻ ഈ തന്നിരിക്കുന്ന ചോയ്സുമായിട്ട് ഒന്നും മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് വെൻ അതേഴ്സ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന വെൻ അതേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ചോയ്സ് 1 ചോയ്സ് 2 ഇതൊന്നും ആയിട്ട് എക്സ്പ്രഷൻ മാച്ച് ആകുന്നില്ലെങ്കിൽ വെൻ അതേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. ഡിസൈൻ ഓഫ് 2x4 ഡീകോഡർ യൂസിങ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഡീകോഡറാണ്, 2x4 ഡീകോഡറാണ് തന്നിരിക്കുന്നത്. പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്തു. D2T4 എന്നുള്ളതാണ് എൻറ്റിറ്റിയുടെ നെയിം. ഇൻപുട്ട് പോർട്ടുകൾ ഏതൊക്കെയാണ്? പോർട്ട് ഇ ഇൻപുട്ടാണ്. ഇ എന്ന് പറയുന്നൊരു പോർട്ടുണ്ട്. W എന്ന് പറയുന്നൊരു ഇൻപുട്ട് പോർട്ടുണ്ട്. W എന്ന് പറയുന്ന ഇൻപുട്ട് പോർട്ട് 2 ബിറ്റാണ്. 1 down to 0. ഇപ്പോൾ 2 ബിറ്റാണ് അതിൽ യൂസ് ചെയ്യുക. Q എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് പോർട്ടുണ്ട്. Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് പോർട്ട് 4 ബിറ്റാണ്. 0 to 3 ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് 4 ബിറ്റാണ്. ദെൻ നമ്മുടെ എൻറ്റിറ്റി നമ്മൾ എൻഡ് ചെയ്യുന്നു. ആർക്കിടെക്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആർക്കിടെക്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിടെക്ചറിൻ്റെ നെയിം എന്താണ്? D2T4 എന്നാണ്. ആർക്കിടെക്ചർ നമ്മൾ ബിഗിൻ ചെയ്തു. പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സെൻസിറ്റിവിറ്റി ലിസ്റ്റ് 2 എണ്ണമാണ്, Wയും Eയും. അപ്പോൾ അതായത് W, E എന്നീ സിഗ്നൽസിന് എന്തെങ്കിലും ഈവൻസ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റിൽ എപ്പോഴും രണ്ട് സെക്ഷൻസ് ആണ്. അതായത് വർക്കിങ്ങിൽ എക്സിക്യൂഷൻ സ്റ്റേറ്റും ഉണ്ട്, സസ്പെൻഡഡ് സ്റ്റേറ്റും ഉണ്ട്. എക്സിക്യൂഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈവൻറ്റ് ഒക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതിനെയാണ് എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുക. അത് പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരെ അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂഷൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് സസ്പെൻഡഡ് സ്റ്റേജിലായിരിക്കും നിൽക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ WE എന്ന് പറയുന്ന 2 സെൻസിറ്റിവിറ്റി ലിസ്റ്റാണുള്ളത്. ദെൻ ബിഗിൻ ചെയ്തു. ഇഫ് E is equal to 1, E is equal to 1 ആണെന്നുണ്ടെങ്കിൽ, E എന്ന് പറയുന്ന പിന്ന് 1 ആണെന്ന് നോക്കും. E is equal to 1 ആണെങ്കിൽ എന്താണ്? കേസ് W എന്ന് പറയുന്നത് ഒരു 2 ബിറ്റിൻ്റെ ഇൻപുട്ട് പോർട്ടാണ്. അപ്പോൾ Wൻ്റെ വാല്യൂ നോക്കുക. Wൻ്റെ വാല്യൂ 00 ആണെങ്കിൽ വെൻ 00, അപ്പോൾ നമ്മുടെ കേസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് W ആണ്. ആ W നമ്മളിനി ഓരോ കണ്ടീഷനുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അതായത് വെൻ 00 Wൻ്റെ വാല്യൂ 00 ആണെങ്കിൽ
നമ്മുടെ y is equal to y എന്ന് പറയുന്നൊരു പോർട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആക്ച്വലി അത് ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്ന പോർട്ടാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. y എന്ന് പറയുന്നൊരു പോർട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. സോ അവിടെ നമ്മൾ ക്യൂ ആണ് 4 ബിറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ 00 ആണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു 1000 ആയിരിക്കും ക്യൂവിൻ്റെ ഔട്ട്പുട്ട് വരിക. ദെൻ ഡബ്ല്യുവിൻ്റെ വാല്യൂ 01 ആണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു 0100 ആണ് വരിക. ഡബ്ല്യുവിൻ്റെ വാല്യൂ 00 ആണെങ്കിൽ 0010 ആണ് അവിടെ വരിക. ഇനി ഡബ്ല്യുവിൻ്റെ വാല്യൂ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ 00യോ 01ഓ 000 ഒന്നും അല്ല വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? അത് ഡീഫാൾട്ടായിട്ട് അതേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതേഴ്സിൽ ക്യൂവിൻ്റെ വാല്യൂ വരുന്നത് 0001 ആണ്. ഇവിടെ 2 00 കണ്ടീഷൻ വരുന്നുണ്ട്. രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ വേറൊരു ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ 00യ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ എൻഡ് കേസ് നമ്മൾ എൻഡ് ചെയ്യുന്നത് എൻഡ് കേസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലാണ്. നമ്മുടെ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് നമ്മൾ എൻഡ് ചെയ്തു. എൻഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുക. ദെൻ പ്രോഗ്രാം എൻഡ് ചെയ്യുക, ആർക്കിടെക്ചർ എൻഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ സി പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെയുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർ ലൂപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഫോർ ലൂപ്പും ഉണ്ട്, അതുപോലെ തന്നെ വൈൽ ലൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സിമ്പിൾ ലൂപ്പ് ഉണ്ട്. സിമ്പിൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ ലൂപ്പാണ് സിമ്പിൾ ലൂപ്പ് എന്ന് പറയുക. ഇവിടെ ആദ്യം വരുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എന്ന് പറയുന്ന കീവേഡ്, അതിനുശേഷം ഐഡൻറ്റിഫയർ, ഇൻ റേഞ്ച്, ലൂപ്പ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, എൻഡ് ലൂപ്പ്. അപ്പോൾ ഈ ലൂപ്പിനകത്താണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുക. ദെൻ വൈൽ ലൂപ്പിൻ്റെ സിൻറ്റാക്സ്, വൈൽ എന്ന് പറയുന്ന കീവേഡ്, അതിനുശേഷം കണ്ടീഷൻ, ദെൻ ലൂപ്പ് എന്ന് പറയുന്ന കീവേഡ്, ദെൻ അതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുക. ദെൻ താഴെ ഒരു സിമ്പിൾ ലൂപ്പുണ്ട്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ വൈൽ, കണ്ടീഷൻ, സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ വൈൽ ടെസ്റ്റ് കണ്ടീഷനാണ് ഉണ്ട്, പക്ഷേ ഇവിടെ ലൂപ്പ് എൻഡ് ലൂപ്പ് എന്ന് പറയുന്ന സിമ്പിൾ ലൂപ്പിനകത്ത് ടെസ്റ്റ് കണ്ടീഷൻ ഇല്ല. ഇതൊരു അൺകണ്ടീഷണൽ ലൂപ്പാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോർ ലൂപ്പ്, ഫോർ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഫോർ ഐ ഇൻ 1 to 10 ലൂപ്പ്, ഐ ഈക്വൽ ടു 2 into i എൻഡ് ലൂപ്പ്. ഐയുടെ വാല്യൂ 1 മുതൽ 10 വരെ ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. 1 to 10 ഓരോ തവണയും ഐയുടെ വാല്യൂ 2 into i എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന എൻഡ് ലൂപ്പ്. ഇത് ഐ നമ്മൾ സിയിലൊക്കെ പഠിക്കുന്ന പോലെ i++ ആണ്. ഐയുടെ ഇനീഷ്യൽ വാല്യൂ 1 ആയിരിക്കും. 1 മുതൽ 10 വരെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. സോ ഐ ഇൻ 1 to 10 ലൂപ്പ്, ഐ ഈസ് ഈക്വൽ ടു 2 into i. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐയുടെ വാല്യൂ ഇനീഷ്യൽ വാല്യൂ 1 ആയിരിക്കും, ഫൈനൽ വാല്യൂ 10 ആണ്. അപ്പോൾ 1 മുതൽ 10 വരെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓരോ തവണയും എന്ത് ചെയ്യും? ഐ ഈസ് ഈക്വൽ 2 into i ചെയ്യും. ദെൻ ഇത്രയാണ് നമ്മുടെ ലൂപ്പുകൾ വരിക. ദെൻ ഇവിടെ വൈൽ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൈൽ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ്. വൈൽ എന്ന് പറയുന്ന കീവേഡ് ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. i less than 9, i less than 9 ആണ് ടെസ്റ്റ് കണ്ടീഷൻ. ഇത് ലൂപ്പ്, അതിനുശേഷം i is equal to 2 into i എൻഡ് ലൂപ്പ്. ഇതിൽ i is equal to 2 into i എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് വൈൽ ലൂപ്പിനകത്ത് വരുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഐയുടെ വാല്യൂ ലെസ് ദാൻ 9 ആകുന്നവരെ, ഐയുടെ വാല്യൂ ലെസ് ദാൻ 9 ആകുന്ന കണ്ടീഷൻ ട്രൂ ആകുന്നവരെ എന്ത് ചെയ്യും? i is equal to 2 into i ആണ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നൾ സ്റ്റേറ്റ്മെൻറ്റ്. നൾ സ്റ്റേറ്റ്മെൻറ്റ് null statement. It is a sequential statement that does not cause any action to take place and execution continues with the next statement. One example of this statement's use is in an if statement or in a case statement where for certain conditions it may be useful or necessary to explicitly specify that no action needs to be performed.
നൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ നൾ എന്ന് പറയുന്ന ഇതൊരു കീവേഡാണ്. അപ്പോൾ ഈ നള്ള് വരുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് എക്സിക്യൂഷൻ ഒന്നും നടക്കുന്നില്ല. പ്രത്യേകിച്ച് എക്സിക്യൂഷൻ നടക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ നൾ സ്റ്റേറ്റ്മെൻറ്റ് ചില കേസുകളിൽ ആവശ്യം വരും. അതായത് ഇപ്പോൾ കേസ് സ്റ്റേറ്റ്മെൻറ്റുകളിലോ അല്ലെങ്കിൽ എൽസിഎഫ് സ്റ്റേറ്റ്മെൻറ്റുകളിലോ ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എക്സിക്യൂഷൻ ഒന്നും വേണ്ടാത്ത ചില സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നള്ള് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നൾ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സിൻറ്റാക്സ് ഇതാണ്. എക്സിറ്റ് ലൂപ്പ് ലേബൽ ഓപ്ഷണലായിട്ട് ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ദി എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻസൈഡ് എ ലൂപ്പ്. ഇറ്റ് കോസസ് എക്സിക്യൂഷൻ ടു ജമ്പ് ഔട്ട് ഓഫ് ദി ഇന്നർമോസ്റ്റ് ലൂപ്പ് ഓർ ദി ലൂപ്പ് ഹൂസ് ലേബൽ ഈസ് സ്പെസിഫൈഡ്. ഇപ്പം നമുക്ക് എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ലൂപ്പിനകത്തു നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സിയിൽ പഠിക്കുന്ന ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലൻ്റ് ആണ് എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ലൂപ്പിനകത്തുനിന്ന് നമുക്ക് എയർലി ജമ്പിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ലൂപ്പ് ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൂപ്പ് ലേബൽ ഏത് ലൂപ്പിൻ്റെ ആണോ ആ ലൂപ്പിൽ നിന്നാണ് എക്സിറ്റ് ചെയ്യുക. ഇനി ലൂപ്പ് ലേബൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നർമോസ്റ്റ് ലൂപ്പിൽ നിന്നായിരിക്കും എക്സിറ്റ് ചെയ്യുക. അതായത് ഏത് ലൂപ്പിലാണോ നമ്മൾ എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണ് അത് ജമ്പ് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സം എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്, ജെ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. സം ഇസ് ഈക്വൽ ടു 1. സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 ആണ്. ജെ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആണ്. അവിടെ ഒരു സിമ്പിൾ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ലൂപ്പ് L3 എന്ന് പറയുന്നതാണ് ലൂപ്പിൻ്റെ ലൂപ്പ് ലേബൽ. അപ്പോൾ L3 എന്ന് പറയുന്ന ലൂപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 21, സം ഇസ് ഈക്വൽ ടു സം ഇൻറ്റു 10. ഇഫ് സം ഗ്രേറ്റർ ദാൻ 100 ദെൻ എക്സിറ്റ് L3. എൻഡ് ഇഫ് എൻഡ് ലൂപ്പ് L3. അപ്പോൾ നമ്മുടെ ലൂപ്പിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 21 ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ സം ഇസ് ഈക്വൽ ടു സം ഇൻറ്റു 10 ആക്കുന്നുണ്ട്. അവിടെ ഒരു ടെസ്റ്റ് കണ്ടീഷൻ വരുന്നത് ഇഫ് സം ഗ്രേറ്റർ ദാൻ 100 ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എക്സിറ്റ് L3. നമ്മൾ L3 എന്ന് പറയുന്ന ലൂപ്പിനകത്തുനിന്ന്, അതായത് നമ്മുടെ കറണ്ട് ലൂപ്പാണ് L3, ആ ലൂപ്പിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. സം ഗ്രേറ്റർ ദാൻ 100 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൂപ്പിനകത്തുനിന്ന് എക്സിറ്റ് ചെയ്യും. അതാണ് ഈ പ്രോഗ്രാമിൽ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്ന ബ്രേക്കിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യുന്ന ഇതാണ് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലൻ്റ് ആണ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷേ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൂപ്പിൽ നിന്ന് ഫുള്ളായിട്ട് എക്സിറ്റ് ചെയ്ത് പോകുന്നില്ല. പകരം അടുത്ത സൈക്കിളിലേക്കാണ് പോവുക. അതായത് നെക്സ്റ്റ് ഇറ്ററേഷൻ ഓഫ് ദിസ് സർക്കിൾ, അടുത്ത സൈക്കിളിലേക്ക് നമ്മൾ സർക്കിൾ ചെയ്ത് പോകും. അതായത് ലൂപ്പിൻ്റെ അടുത്ത സൈക്കിളിലേക്കാണ് നമ്മൾ പോവുക. ഫുള്ളായിട്ട് നമ്മൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ദി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ എ സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻസൈഡ് എ ലൂപ്പ്. ദി സിൻടാക്സ് ഈസ് ദി സെയിം ആസ് ദാറ്റ് ഫോർ ദി എക്സിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സെപ്റ്റ് ദാറ്റ് ദി കീവേഡ് നെക്സ്റ്റ് റീപ്ലേസസ് ദി കീവേഡ് എക്സിറ്റ്. Its syntax is next then loop label within optional ആയിട്ട് when condition. അപ്പോൾ നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്ന കീവേഡ് മാറി അവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന കീവേഡ് വന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ഏത് ലൂപ്പിലാണോ യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ലൂപ്പ് ലേബിൾ നമ്മൾ യൂസ് ചെയ്യുക. ദെൻ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഫോർ ജെ ഇൻ 10 down to 5 ലൂപ്പ്. ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ജെ ആണ് ഫോർ ലൂപ്പിൻ്റെ വേരിയബിൾ. ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 മുതൽ ഡിക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക 5 വരെ. അതായത് ജെ മൈനസ് മൈനസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇഫ് സം ലെസ് ദാൻ ടോട്ടൽ സം എന്ന് പറയുന്നൊരു വേരിയബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ലെസ് ദാൻ ടോട്ടൽ സം ആണെന്നുണ്ടെങ്കിൽ ദെൻ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് 2.
else if sum is equal to total sum, then next else null end if k is equal to k plus 1 end loop. ഇതൊരു പ്രോഗ്രാമിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് മാത്രം ഇത് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ സംഭവിക്കുന്നത് നമുക്കവിടെ കൺസിഡർ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ഒരു വർക്കിംഗ് മാത്രമാണ്. ഇവിടെ ആദ്യത്തെ ടെസ്റ്റ് കണ്ടീഷനിൽ ഈഫിനകത്ത് ഈഫ് സം ലെസ് ദാൻ ടോട്ടൽ സം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദെൻ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് 2 ചെയ്യും. എൽസ് ഈഫ് ആ കണ്ടീഷൻ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എൽസ് ഈഫിലേക്ക് വരും. എൽസ് ഈഫ് സം ഇസ് ഈക്വൽ ടു ടോട്ടൽ സം ആണെന്നുണ്ടെങ്കിൽ ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതായത് സം ഇസ് ഈക്വൽ ടു ടോട്ടൽ സം ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്താണ്? നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സമയത്ത് നമ്മുടെ എന്ത് ചെയ്യും? ലൂപ്പിൻ്റെ അടുത്ത സൈക്കിളിലേക്കാണ് നമ്മൾ പോവുക. വെൻ ദി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ്, എക്സിക്യൂഷൻ ജംപ്സ് ടു ദി എൻഡ് ഓഫ് ദ ലൂപ്പ്. ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് k is equal to k plus 1 ഈസ് നോട്ട് എക്സിക്യൂട്ടഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നതുകൊണ്ട് ലൂപ്പിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സൈക്കിളിലേക്ക് പോകും. ദാറ്റ് മീൻസ് ഡിക്രിമെൻറ്റ്സ് ദി വാല്യൂ ഓഫ് ദി ലൂപ്പ് ഐഡൻറ്റിഫയർ j ആൻഡ് റെസ്യൂംസ് ലൂപ്പ് എക്സിക്യൂഷൻ വിത്ത് ദിസ് ന്യൂ വാല്യൂ ഓഫ് j. ലൂപ്പിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം സ്കിപ്പ് ചെയ്ത് ലൂപ്പിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതായത് j മൈനസ് ചെയ്ത ശേഷം എന്ത് ചെയ്യും? ലൂപ്പ് ബാക്കി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. നമ്മളിവിടെ നേരത്തെ പഠിച്ച നള്ളെന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു യൂസ് ഇവിടെ വരുന്നുണ്ട്. അതായത് നിങ്ങൾ നോക്കുക, എൽസീഫിന് ശേഷം താഴെ ഒരു എൽസ് കണ്ടല്ലോ. അതായത് എൽസീഫ് കണ്ടീഷൻ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എൽസിലേക്കാണ് വരിക. എൽസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡീഫോൾട്ടാണ് എൽസ്. അപ്പോൾ എൽസിലേക്കാണ് വരുന്നതെങ്കിൽ നൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എക്സിക്യൂഷനൊന്നും അവിടെ വരുന്നില്ല. സോ അതാണ് നൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ്. Assertion statements are useful in modeling constraints of an entity. For example, you may want to check if a signal value lies within a specified range, or check the setup and hold times for signals arriving at the inputs of an entity. If the check fails, an error is reported. The syntax of an assertion statement is assert, then Boolean expression, report string expression, severity എക്സ്പ്രഷൻ. സാധാരണ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് VHDL അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ചില എറേഴ്സ് ഒക്കെ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ പോലെ തന്നെ എറേഴ്സ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് അനുസരിച്ച് ആദ്യം അസേർട്ട് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം. അതിനുശേഷം ബൂളിയൻ എക്സ്പ്രഷൻ വരും. ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും. ആ ടെസ്റ്റ് കണ്ടീഷൻ നോർമലി ഫോൾസ് ആകുമ്പോഴാണ് നമ്മുടെ തൊട്ട് താഴെയുള്ള റിപ്പോർട്ട് മെസ്സേജ് പ്രിൻ്റ് ആകുന്നത്. അതായത് റിപ്പോർട്ട് സ്ട്രിങ് എക്സ്പ്രഷൻ. ആ റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു സിവിയറിറ്റി എക്സ്പ്രഷൻ കൂടെ കൊടുക്കാൻ പറ്റും. സിവിയറിറ്റി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എററിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിവിയറിറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ അസേർട്ടിൻ്റെ കൂടെയുള്ള ബൂളിയൻ എക്സ്പ്രഷൻ ഫോൾസ് ആകുമ്പോഴാണ് റിപ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സിവിയറിറ്റി എക്സ്പ്രഷൻ വരിക. സിവിയറിറ്റി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായ എററിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മീൻ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ സിവിയറിറ്റി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 4 രീതിയിലാണ് വരിക: നോട്ട്, വാണിംഗ്, എറർ ആൻഡ് ഫെയിലിയർ. ഇങ്ങനെ 4 രീതിയിലുള്ള സിവിയറിറ്റി എക്സ്പ്രഷൻസ് ആണ്. നോട്ടുണ്ട്, വാണിംഗ്, എറർ, ഫെയിലിയർ. ഇത് ഡീഫോൾട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സിവിയറിറ്റി എക്സ്പ്രഷൻ കൂടെ വരും. The severity level is typically used by a simulator to initiate appropriate actions depending on its value. For example, if the severity level is error, the simulator may abort the simulation process and provide relevant diagnostic information. ഓക്കെ, അപ്പം ഇതാണ് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സാധാരണ എന്തെങ്കിലും എററൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പോൾ ഇത്രയും പോർഷൻ ഉണ്ട് നമ്മുടെ ഇതിലൊരു എക്സാമ്പിൾ നോക്കുക. നിങ്ങളിവിടെ നോക്കിയാൽ ഇതൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രോഗ്രാമാണ്. നമുക്ക് അസേർട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പോർഷൻ മാത്രം നോക്കാം. ഇവിടെ നോക്കുക, അസേർട്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്, അസേർട്ട്.
അതിനുശേഷം ബൂളിയൻ എക്സ്പ്രഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? എസ് ഇസ് ഈക്വൽ ടു 1 നാൻഡ് ആർ ഇസ് ഈക്വൽ ടു 1. സോ ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു 1 നാൻഡ് ആർ ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അതായത് എസിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ ഒരു 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ആറിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെയും 1 എന്ന് പറയുന്നൊരു വാല്യൂ റിട്ടേൺ ചെയ്യും. സോ 1ഉം 1ഉം കൂടെ നാൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? 0 ആകും. എസ് ഇസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ആർ ഇസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ അവിടെയും 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ രണ്ടിടത്തും 1 വരും. ആ 1ഉം 1ഉം കൂടെ നാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ 0 വരും. അപ്പോൾ അസേർട്ടിന് തൊട്ടടുത്തുള്ള ഈ ടെസ്റ്റ് കണ്ടീഷൻ 0 ആയി പോകും. അതായത് കണ്ടീഷൻ ഫോൾസ് ആകും. കണ്ടീഷൻ ഫോൾസ് ആകുക എന്ന് പറഞ്ഞാൽ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എസ്സും ആറും 1 ആയി കഴിഞ്ഞാൽ ഇൻവാലിഡ് കണ്ടീഷനാണ്. ഓക്കെ, അതായത് അൺഡിഫൈൻഡ് സ്റ്റേറ്റ് ആണ്. സോ അൺഡിഫൈൻഡ് സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. സോ അസേർട്ടിൻ്റെ തൊട്ടടുത്തുള്ള കണ്ടീഷൻ ഫോൾസ് ആകും, 0 ആകും. അപ്പോൾ തൊട്ട് താഴെയുള്ള റിപ്പോർട്ട് പ്രിൻറ്റ് ചെയ്യും. എന്താണ്? അൺഡിഫൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ട് പ്രിൻറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഒരു സിവിയറിറ്റി ലെവലും കൂടെ വരും. സിവിയറിറ്റി എന്താണ് കൊടുത്തിരിക്കുന്നത്? എറർ എന്ന് പറയുന്ന ഒരു സിവിയറിറ്റി ലെവലാണ് കൊടുത്തിരിക്കുക. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ട് വരിക. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് പ്രൊസീജിയർ കോൾ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റുമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ സബ് പ്രോഗ്രാംസ് എന്ന് പറയുന്നൊരു സെക്ഷൻ വരുന്നുണ്ട്. സബ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രൊസീജിയേഴ്സ് ഒക്കെ സബ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ബിഹേവിയറൽ മോഡലിങ്ങിൽ എക്സാമിന് ചോദിച്ചു കഴിയുമ്പോൾ സിൻറ്റാക്സുകളെല്ലാം എഴുതണം. അതിൻ്റെ കൂടെ തന്നെ ഓരോ സിൻറ്റാക്സിനും എക്സാമ്പിൾസും കൂടെ എഴുതണം. ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.